സ്കോട്ടിഷ് ഹൈലാൻഡ്സിലെ പുതിയ ചില സ്ഥലങ്ങൾ തേടിയുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. കേൻകോം നാഷണൽ പാർക്കിൻ്റെ താഴ്വാരത്തെ ബ്രിഡ്ജ് ഓഫ് കാലി എന്ന് പറയുന്ന ചെറിയൊരു സ്റ്റോപ്പിൽ ഒരു പോസ്റ്റ് ഓഫീസുണ്ട്. ഈ പോസ്റ്റ് ഓഫീസ് നടത്തുന്ന ഹെലനാണ് എനിക്ക് ഈ ഭാഗത്തുള്ള പല സ്ഥലങ്ങളും പറഞ്ഞു തന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും ഇവിടെ വന്ന് 20 വർഷമായി സ്ഥിരതാമസമാക്കിയ ഹെലനെ ഒന്ന് വിഷ് ചെയ്തിട്ടാകാം ഇത്തവണത്തെ യാത്രയെന്ന് തീരുമാനിച്ചു. ഇവിടെ കുറേ നാളായി നടക്കുന്ന റോഡ് പണി കാരണം കച്ചവടം കുറഞ്ഞ ഒരാശങ്കയിലൊക്കെയാണ് ഹെലൻ. എന്നാലും ഞങ്ങളെ വിഷ് ചെയ്ത് യാത്ര അയച്ചു വിട്ടു. എൻ്റെ കൂടെ വന്ന ഹാഫിസും ഷബനയും ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ്. കാരണം ഓട്ടം വന്നു തുടങ്ങിയിരിക്കുന്നു. ചെടികളുടെ കളറുകളെല്ലാം മാറി ശക്തിയായ ഓട്ടം വിൻഡ് അടിക്കുന്നുമുണ്ട്. ബ്രിഡ്ജ് ഓഫ് കാലി കഴിഞ്ഞാൽ പിന്നെ സ്പിറ്റൽ ഓഫ് ഗ്ലെൻഷി എന്ന് പറയുന്ന സമതല പ്രദേശമാണ്. ഈ സമതല പ്രദേശം കഴിഞ്ഞ് ദൂരെ കാണുന്ന ആ കറുത്ത മലകളാണ് ഗ്ലെൻഷി. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഗ്ലെൻഷി പ്രദേശത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഇതൊരു സ്കീയിങ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഇത് കഴിഞ്ഞ് മുമ്പോട്ട് പോയാൽ നമുക്ക് പല ഫാം ഹൗസുകൾ കാണാം. അതാ ദൂരെ ഒരു ഫാം ഹൗസ് കാണുന്നുണ്ട്. ഞാൻ അതിനെ ലക്ഷ്യമാക്കി ഒന്ന് നടക്കുകയാണ്. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. ബ്രേമർ എന്ന് പറയുന്ന ഒരു വില്ലേജാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം മുകളിലോട്ട് പോയാൽ ദീ എന്ന ഒരു നദിയുണ്ട്. ഈ ദീ നദിയുടെ താഴെയുള്ള വാലിയും ദീ നദിയുടെ സൈഡിലൂടെയുള്ള ഒരു ചെറിയ ട്രെക്കിങ്ങുമാണ് ഇന്നത്തെ അജണ്ട. കേൻകോം നാഷണൽ പാർക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിരവധി വില്ലേജുകളും അനവധി ട്രെക്കിംഗ് ട്രെയിലുകളും ഉണ്ട്. ബാൽമോറൽ, ബ്രാമർ, ബല്ലാട്ടറൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട വില്ലേജുകളാണ്. സ്കോട്ട്ലൻഡിലെ ഡണ്ടി, പെർത്ത് ടൗണിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്താമെങ്കിലും അബർദീനിൽ നിന്നാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഡീ നദി ഒഴുകി വന്നിറങ്ങുന്ന ഒരു വാലിയാണ്. ഈ വാലിയുടെ കുറച്ച് മുകളിലാണ് ലിൻ ഓഫ് ഡി ഉള്ളത്. ലിൻ ഓഫ് ഡി അല്ലെങ്കിൽ ഫാൾസ് ഓഫ് ഡി. ഈ ലിൻ ഓഫ് ഡി കാർ പാർക്കിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ചെറിയൊരു ഹൈക്കിങ് തുടങ്ങാൻ പോകുന്നത്. വെറും 3 കിലോമീറ്റർ മാത്രമുള്ള ചെറിയൊരു ഹൈക്കിംഗ് ട്രെയിലാണിത്. പക്ഷേ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് 10-11 കിലോമീറ്റർ വരെ നടക്കാവുന്നതാണ്. ഇവരിതിനെ റിവർ ദി എന്നൊക്കെ പറയുമെങ്കിലും ഏകദേശം ഒരു തോട് പോലത്തെ സംഭവമാണ്. നല്ല തണുത്ത വെള്ളമാണ്. പക്ഷേ ഇവിടെ ചെറിയ ചെറിയ പൂളുകളിൽ ആൾക്കാർ വന്ന് കുളിക്കാറൊക്കെ ഉണ്ട്. നിരവധി പൈൻ മരങ്ങളുടെയും മൂക്കുമരങ്ങളുടെയും എല്ലാം ഇടയിലൂടെയുള്ള മനോഹരമായ ഒരു കാനനപാത തന്നെയാണിത്.
കേൻഗോം നാഷണൽ പാർക്ക് വഴി നാഷണൽ പാർക്കിലെ ലിൻ ഓഫ് ഡി എന്ന് പറയുന്ന ഒരു റിവർ എക്സ്പ്ലോർ ചെയ്ത് ആ ഹൈക്ക് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ക്യാമറാമാൻ ഹാഫിസും ക്യാമറാമാൻ ശുഭനയുമൊപ്പം ഷബ്നു എൻ്റെ പേരിടയ്ക്ക് വിട്ടുപോകും. അപ്പോൾ എന്തായാലും വീഡിയോ തീരാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നോക്കടേ ഇടയ്ക്കൊക്കെ. അപ്പോൾ ശരി എന്നാ.